ഇല്ല, ഞാൻ കുറെ കാലത്തിന് ശേഷം എന്താ ഇറങ്ങുന്നത്. ആഹാ, ശരി വരുന്ന കേട്ടോ. ഞാൻ ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതാ. ഹലോ, എൻ്റെ പേര് മുഹമ്മദ് ഷംസി എന്നാണ്. ഞാൻ സൊമാറ്റോയിൽ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 26-ാം തീയതി റിപ്പബ്ലിക് ഡേയുടെ അന്ന് ജസ്റ്റ് വർക്കിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഒരു വീഡിയോ പോലെ എടുത്തതാണ്. ഫസ്റ്റ് ടൈമാണ് ഒരു വ്ലോഗ് പോലെ ചെയ്യുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 10 മണിക്കൂറിൽ എന്നെക്കൊണ്ട് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഓർഡേഴ്സ്, അതേപോലെ എനിക്ക് എത്ര ഏണിങ്സ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതും ഇതിൽ എത്ര എക്സ്പെൻസ് വരുന്നുണ്ട് എന്നുള്ളതും ഈ വീഡിയോയിലുണ്ട്. ലോഗിൻ ചെയ്തൊരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് KBC കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിലേക്കായിരുന്നു. അതായിട്ട് ഒരു ഓർഡർ കൂടിയാലായി. അന്നത്തെ ദിവസം ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ ഓർഡറും മൾട്ടിപ്പിൾ ഓർഡേഴ്സ് തന്നെയായിരുന്നു. ചില സമയത്ത് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ സെൽഫി ചോദിക്കും, അതേപോലെ ബാഗ് വെച്ചിട്ടുള്ള ഫോട്ടോസ് ചോദിക്കും. ഫസ്റ്റിൽ അടഞ്ഞിട്ടുള്ള ആ 2 ഓർഡറും സെയിം കസ്റ്റമർ തന്നെയായിരുന്നു ഡെലിവറി. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആപ്പിൽ കാണിക്കും. പാർട്ട് ടൈമായിട്ടും ഫുൾ ടൈമായിട്ട് ഇറങ്ങുന്നവർക്ക് ഗിഗ്സ് ഇൻസെൻറ്റീവ് ഉണ്ട് നോർമലായിട്ട്. അത് കുറച്ച് ക്രൈറ്റീരിയ കാര്യങ്ങളും അതിൽ കാണിക്കും. നമ്മളിപ്പോൾ ഇത്ര ഗിഗ്സ് കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇത്ര ഓർഡർ കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും ഇറങ്ങുന്നതിനുകൊണ്ട് എനിക്കൊരു വെൽക്കം ബോണസ് എന്ന് പറഞ്ഞ രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഇൻസെൻറ്റീവിൽ ഏറ്റവും കൂടുതൽ വരുന്ന എമൗണ്ട് ഏതാണ്, അതിലേതെങ്കിലും ഒന്ന് മാത്രമേ നമുക്കത് അൺലോക്കായിട്ട് വരത്തുള്ളൂ. സെക്കൻഡ് ഓർഡർ ഹാൻഡ് ഓവർ ചെയ്ത് എനിക്ക് പിന്നെ അടിഞ്ഞിട്ടുള്ളത് മൾട്ടിപ്പിൾ ഓർഡേഴ്സാണ്. അത് 2 പാരഗൺ റെസ്റ്റോറൻറ്റ് എന്നാണ് കാലിക്കറ്റിലെ. എൻ്റെ തൊട്ടടുത്ത് മുന്നിൽ നിന്നതിന് പുള്ളിക്കാരന് 3 ഓർഡർ ഡെലിവറി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ട്രാവൽ ചെയ്യുന്നവർക്ക് ട്രെയിൻ PNR നമ്പർ വെച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. സൊമാറ്റോയിൽ, സ്വിഗ്ഗിയിൽ വന്നിട്ടുണ്ട്. പണ്ടൊന്നും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് നമുക്ക് ഡെലിവറി ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇപ്പം PNR നമ്പർ വെച്ചിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കമ്പാർട്ട്മെൻറ്റിലാണ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ കറക്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ അവർ എത്തിച്ചേരും. അത് നമുക്ക് ഇവിടുന്ന് ഒരു 3 ഓർഡറൊക്കെ ഒരുവിധം ഡെലിവറി പാർട്ട്നേഴ്സിനും ഓർഡർ വരാറുണ്ട്. അത് നേരെ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്ത് അവിടെ ഒരു വേറെ സ്റ്റാഫ് ഉണ്ട്, അവരെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്യും. അവരാണ് അവിടെ തിരിച്ചെത്തിച്ചു കൊടുക്കുക. മുഹമ്മദ് ഷംജിദ്, 17 ടൊമാറ്റോ 9745 16. 416. അതെ, ഇല്ല, ഞാൻ കുറെ കാലത്തിന് ശേഷം ഇറങ്ങുന്നത്. ആഹാ, അതെ, ഞാൻ ഇന്നും ഇതേപോലെ. അതെ അതെ, ഞാൻ കൊണ്ടുകൊടുക്കാൻ പറ്റുമോ? ശരി 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 വരുന്ന കേട്ടോ. ഞാൻ ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതാ. ആ മൾട്ടിപ്പിൾ ഓർഡേഴ്സിൽ ഫസ്റ്റ് ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് രണ്ടാമത്തെ ഓർഡർ ഒരു ഫ്ലാറ്റിലേക്ക് തന്നെയായിരുന്നു. ലൊക്കേഷൻ വരുന്ന കാരപ്പുറപ്പാണ്. അവിടെ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ലിഫ്റ്റിൽ
അവരെ ഫ്ലോറിൻ്റെ കീ പ്രസ് ചെയ്തിട്ട് ലിഫ്റ്റിൽ ഫുഡ് അവിടെ വെച്ചോളാം, അവർ കളക്ട് ചെയ്തോളാം. അപ്പോൾ ജസ്റ്റ് അത് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മളെ ആപ്പിൽ ചാറ്റ് ചെയ്യാനുള്ള സെക്ഷനിൽ ജസ്റ്റ് ഒരു മെസ്സേജും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടിട്ട് ഞാനത് ആ ഫുഡ് നമ്മുടെ ആപ്പിൽ ഡെലിവറി അടിച്ചു. അതിനുശേഷമുള്ള ഓർഡർ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് മൂവ് ചെയ്യുന്ന സമയത്താണ് ആപ്പിൽ വന്ന നോട്ടിഫിക്കേഷൻ ഞാൻ ശ്രദ്ധിക്കുന്നത്. ഒന്നുമില്ല, ബാഗ് വെച്ചിട്ടുള്ള സെൽഫി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് അതിൽ ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയയിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങളിലൊന്നും ഇതാണ്. അപ്പോൾ പണ്ടൊന്നും ടാസ്കിലായിരുന്നു. ഇപ്പോൾ ഒരു സെൽഫി മിസ്സായാൽ തന്നെ ഇൻസെൻറ്റീവ് കട്ടാവും. നമ്മൾ ഓർഡർ ക്യാൻസൽ ചെയ്താൽ ഗിഗ്സ് ക്യാൻസൽ ചെയ്യുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ഒരുവിധം ഇൻസെൻറ്റീവൊക്കെ കട്ടാവും. പിന്നത്തെ ഓർഡർ ഒരു ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. നമ്മളിപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആപ്പിൽ തന്നെ സ്കാനറിൻ്റെ ഓപ്ഷൻ കാണിക്കും. ഒരുവിധം കസ്റ്റമറൊക്കെ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നവരൊക്കെ ഗൂഗിൾ പേ ചെയ്തിട്ട് തന്നെയാണ് പേയ്മെൻറ്റ് ചെയ്യാറ്. ഇൻ കേസ് അല്ലാത്ത പക്ഷം നമ്മുടെ ക്യാഷ് ചേഞ്ച് കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. ചില കസ്റ്റമേഴ്സിന് തീരെ ഇഷ്ടപ്പെടത്തില്ല. ചില കസ്റ്റമേഴ്സ് നമുക്ക് ചീത്തൊക്കെ കേട്ടിട്ടുണ്ട് ചേഞ്ച് ഇല്ലാത്തതിന്. മെഡിക്കൽ കോളേജ് ഏരിയയിലേക്ക് കറങ്ങി തീർന്ന് ലാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 5 മണി ആ ടൈം ആകുമ്പോൾ ആ ഓർഡർ അടിഞ്ഞിട്ടുള്ള ഓൾമോസ്റ്റ് എൻ്റെ വീട്ടിലെ തൊട്ടടുത്തേക്കായിരുന്നു. വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഒന്ന് ഫ്രഷൊക്കെ ആയി ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓർഡർ ആയിരുന്നു. അത് ഫറോക്കിലേക്കായിരുന്നു. ഫറോക്ക് ചുങ്കത്തുള്ള CFC റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. അത് കളക്ട് ചെയ്ത് രാമനാട്ടുകര ആ ഏരിയയിൽ കൊണ്ടുപോയിട്ട് പിന്നീടുള്ളതൊക്കെ രാമനാട്ടുകര ആ സോണിലായിരുന്നു മൊത്തത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഓർഡറായിട്ട് യമ്മി ഫ്രൈഡ് ചിക്കനായിരുന്നു. ആ ഓർഡർ ഡെലിവറി ചെയ്യാൻ ചെറുതായിട്ടൊരു പണി കിട്ടി. ഒന്നുമില്ല, കസ്റ്റമർ ലൊക്കേഷൻ ചില സമയത്ത് ആക്യുറേറ്റ് ആവാറില്ല. അവർ കൊടുത്തിട്ടുള്ള ലൊക്കേഷൻ വന്നിട്ടുള്ള ഫ്ലാറ്റിലേക്ക് തന്നെയാണ് ഞാൻ കയറി ചെന്നിട്ടുള്ള ബാക്ക് സൈഡിലേക്ക് പോയി. പക്ഷേ ഹോട്ടൽ എമർജൻസിയിലേക്ക് ഞാൻ തപ്പി കണ്ടുപിടിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഇതിൽ വരുന്ന കുറച്ച് ടാസ്കുകളാണ്. ലാസ്റ്റ് ഓർഡർ ഡെലിവേർഡ് അടിക്കുന്നതിന് മുന്നേ ഗോ ടു ഓഫ്ലൈൻ നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടായിരുന്നു ഞാൻ ഡെലിവേർഡ് അടിച്ചത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓർഡർ ഡെലിവേർഡ് കൊടുത്താൽ തന്നെ വേറെ ഓർഡർ അസൈൻ ആയിട്ട് വരും. 12 മണിക്കാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ വണ്ടിയിൽ 250 സംതിങ് എത്രയോ കിലോമീറ്റർ ആയിരുന്നു മീറ്ററിൽ റീഡിങ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒക്കെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓർഡർ ഏണിങ്സിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രോപ്പ് ഇൻസെൻറ്റീവ് തന്നിട്ടുള്ള എമൗണ്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കംപ്ലീറ്റ് ആയെങ്കിലും ശരി, അതൊന്നും അൺലോക്ക് ആയിട്ടില്ല. ഇതിൽ ഒരുപാട് ഏണിങ്സും ഇൻസെൻറ്റീവ് അൺലോക്ക് ആയത് കാണിക്കും. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് ഏതിലാണ് വരുന്നത് ആ പേയ്മെൻറ്റ് മാത്രമേ ക്രെഡിറ്റ് ആവത്തുള്ളൂ. 525 രൂപ ഇൻസെൻറ്റീവ് അൺലോക്ക് പ്ലസ് ഓർഡർ ഏണിങ്സ് ടോട്ടലായിട്ട് വരുന്ന എമൗണ്ട് 1222 രൂപ.